blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും വിടുതലുമായി മാറട്ടെ എന്നകത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സന്തോഷ് കുമാർ ആൻഡ് ജെഫി സന്തോഷ്. അവരുടെ 12th ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി നാളെയാണ്. കൂടാതെ മകൾ ദിയയുടെ ബർത്ത്ഡേ കഴിഞ്ഞ 24-ാം തീയതിയായിരുന്നു. നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി, വിവാഹ വാർഷികത്തിന് വേണ്ടിയും ജന്മദിനത്തിന് വേണ്ടിയൊക്കെ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് സന്തോഷിനായും ജെഫിക്കായും പ്രാർത്ഥിക്കുന്നു. 12 വർഷം ദാമ്പത്യ ജീവിതത്തെ കർത്താവ് നീ അനുഗ്രഹിച്ചല്ലോ, അതിനായി നന്ദി പറയുമ്പോൾ തന്നെ കർത്താവെ, സകല വൈവാഹിക നന്മകളാലും കുടുംബത്തിൻ്റെ നന്മകളാലും ആത്മീയ നന്മകളാൽ ഈ കുടുംബത്തെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജെഫി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന MPhil ഏറ്റവും നന്നായി പൂർത്തിയാക്കുവാൻ അങ്ങ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിയമോൾക്കായി പ്രാർത്ഥിക്കുന്നു. ജന്മദിനത്തിൽ കർത്താവെ, സകല നന്മകളും അനുഗ്രഹങ്ങളും വന്നു ചേരട്ടെ. തൻ്റെ പഠനത്തെ, ഭാവിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ ഡാനിയലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പഠനത്തെയും ഭാവിയെയും ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. ബ്രദർ ദാസ് ബിജുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിവാഹം എത്രയും വേഗം നടക്കുവാൻ അങ്ങ് കൃപ ചൊരിയുന്നതിനായി നന്ദി. അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്ന ആരോഗ്യത്തെ നൽകണമേ. ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട സകല പ്രാർത്ഥന വിഷയങ്ങളെയും അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ്, ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വരുന്ന വ്യാഴാഴ്ചയാണ് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ നടക്കുന്നത്. കേരളത്തിലെ പല ജില്ലകളിലും സംസ്ഥാനത്തിന് വെളിയിലും എന്തിന് പുറം രാജ്യങ്ങളിലൊക്കെ നമ്മുടെ പലതരത്തിലുള്ള മീറ്റിങ്ങുകളും ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളും നടന്നു. എന്നാൽ ഈ ഫെസ്റ്റിവൽ, ദിസ് ഈസ് എ മെഗാ ഫെസ്റ്റിവൽ. അതുകൊണ്ട് ഇതിനു മുമ്പുള്ള എല്ലാ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലും പങ്കെടുത്തവരും അതുപോലെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിൻ്റെ വ്യൂവേഴ്സും എല്ലാവരെയും ജാതി മത വ്യത്യാസം ഇല്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഈ മീറ്റിങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുന്ന. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ പല സെഷനുകളായി രാത്രി ഏതാണ്ട് 9 മണി വരെയുള്ള സമയത്ത് മീറ്റിങ്ങുകൾ നടക്കുകയാണ്. ക്ഷമ ശുശ്രൂഷിക്കും, ഞാൻ ശുശ്രൂഷിക്കും, കൂടാതെ പലരും ശുശ്രൂഷിക്കും. ഇതിലെല്ലാം വന്ന് അനുഗ്രഹം പ്രാപിക്കുക. കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങളാൽ ഈ ആഴ്ചയിൽ നമ്മെ നിറയ്ക്കാൻ പോവുകയാണ്. ഇതിനെ തുടർന്ന് തൃശ്ശൂരിൽ നടന്നൊരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിനുള്ള സന്ദേശമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മിറക്കിൾസ് ടുഡേ. കഴിഞ്ഞ ആഴ്ചയിൽ മിറക്കിൾസ് ടുഡേ നിങ്ങൾ കണ്ടില്ല, കാരണം സൂയിസൈഡ് സൊല്യൂഷൻസ് എന്നുള്ളൊരു സ്പെഷ്യൽ മെസ്സേജ് സീരീസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളത് കാണും. കർത്താവിൽ ഒത്തിരി വിശ്വസിക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ് യു. വാച്ച് ദിസ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എടുക്കുക. 17-18 വാക്യങ്ങൾ ആണ് നമ്മൾ വായിച്ച് തുടങ്ങാൻ പോകുന്നത്. കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് 2 കാതും തുറന്നിരിക്കണം. 2 കാതും തുറന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കണം, സ്വീകരിക്കണം. ഈ വചന ശുശ്രൂഷ നടക്കുമ്പോഴും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അവിടുത്തെ കണ്ടപ്പോൾ, അഥവാ യോഹന്നാൻ എന്ന യേശുവിൻ്റെ ശിഷ്യൻ യേശുവിനെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ മരിച്ചവനെ പോലെ, യേശുവിനെ കാണുകയല്ല, താൻ മരിച്ചതുപോലെ താഴെ വീണു. ആ പാദങ്ങളിൽ വീണു. ആ പാദങ്ങളിലേക്ക് വീണു. ഓക്കെ. വലങ്കൈ എന്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് പറഞ്ഞു, യേശു യോഹന്നാനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഒരു നിമിഷം നിൽക്കുക. ഈ യോഹന്നാൻ യേശു ജീവിച്ചിരുന്ന സമയത്ത് യേശുവിനെ കണ്ടിട്ടുണ്ട്, കൂടെ നടന്നതാ. മാത്രമല്ല, അന്ത്യ അത്താഴമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ യേശുവിൻ്റെ
മാറിൽ ചാരി കിടക്കുമായിരുന്നു. അവർ തമ്മിൽ അതുപോലെ സ്നേഹം ഉണ്ടായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയാണ് സാധാരണ നെഞ്ചത്ത് ചാരി കിടക്കുന്നത്. എന്നാൽ ഈ മനുഷ്യൻ യോഹന്നാൻ യേശുവിൻ്റെ മാറിൽ ചാരി കിടക്കുമായിരുന്നു. അത്രയ്ക്ക് യേശുവിനെ സ്നേഹിച്ച ഒരു ശിഷ്യനാണ് യോഹന്നാൻ. എന്നാൽ അന്നൊന്നും യേശുവിനെ കാണുമ്പോൾ മരിച്ചതുപോലെ താഴെ വീണിട്ടില്ല. എത്രയോ പ്രാവശ്യം കൂടെ നടന്നിട്ടുണ്ട്, കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട്, ഭക്ഷിച്ചിട്ടുണ്ട്, മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും സംഭവിക്കാത്തൊരു കാര്യം ഇപ്പോൾ യോഹന്നാന് സംഭവിക്കുകയാണ്. യേശുവിനെ കണ്ടപ്പോൾ ഈ യേശു ഇപ്പോൾ ഭൂമിയിൽ മാംസ ശരീരത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന യേശുവല്ല. യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, 40-ാം നാൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അതിനുശേഷം യേശു പത്മോസ് എന്ന് പറയുന്നൊരു ദ്വീപിൽ വെച്ച് യോഹന്നാൻ എന്ന അപ്പസ്തോലന് പ്രത്യക്ഷപ്പെടുകയാണ്. ആ യേശുവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ യോഹന്നാൻ താഴെ വീണു. എന്തായിരിക്കാം കാരണം? ഭൂമിയിൽ വെച്ച് മനുഷ്യരൂപത്തിൽ സാധാരണ നമ്മുടേതുപോലെ മാംസരക്തങ്ങളിൽ കാണുന്നത് പോലെ അല്ല യോഹന്നാൻ യേശുവിനെ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാണുന്ന യേശു തേജോമയനായ യേശുവാണ്. ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെയുള്ള പ്രഭയുള്ള യേശുവിനെയാണ് ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ കാണുന്നത്. താൻ ഇത്രയൊക്കെ യേശുവിനോട് അടുത്ത വ്യക്തിയായിരുന്നിട്ടും ആ കാഴ്ച തനിക്ക് താങ്ങുവാൻ കഴിയാതെ മരിച്ചതുപോലെ അവൻ താഴെ വീണു. 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജീവിച്ചിരിക്കുന്നവനും ആകുന്നു. അതിനു മുമ്പ് താൻ പറഞ്ഞു, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. സകല മനുഷ്യരും ജനിക്കുന്നതിന് മുമ്പ്, സൃഷ്ടിക്കപ്പെട്ട സകലവും ഉണ്ടാകുന്നതിന് മുമ്പ്, സകല ദൂതന്മാർ ഉള്ളതിന് മുൻപ് ഏറ്റവും ആദിയിൽ ആരും സൃഷ്ടിക്കപ്പെടാത്തവനായി എന്നേക്കും ഉള്ളവനായി യേശു ഉണ്ടായിരുന്നു. യേശു ദൈവമാണ്. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു. വേറൊരു ഭാഗത്ത് പറയുന്നു, ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ. ഐ ആം ദ ലിവിംഗ് വൺ. ഞാൻ ജീവനോടെ ഇരിക്കുന്നവനത്രേ. അതിനുശേഷം പറയുന്നു, ഐ വാസ് ഡെഡ് and behold I am alive for ever and ever. ആ ഭാഗം ഒന്ന് മലയാളത്തിൽ വായിക്കാം. ഞാൻ ആദ്യനും അന്ത്യനും ജീവിച്ചിരിക്കുന്നവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. വലത് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പറഞ്ഞാലും, യേശു എനിക്ക് വേണ്ടി മരിച്ചു, ഇപ്പോൾ എന്നേക്കുമായി. മറ്റേ കൈ നെഞ്ചിൽ വെച്ച് പറ, എനിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. കൈകൾ അടിച്ച് നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന യേശുവിന് നന്ദി പറയാം. അതിനുശേഷം കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ആൻഡ് ഐ ഹോൾഡ് ദ കീസ് ഓഫ് ഡെത്ത് ആൻഡ് ഹേഡീസ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. യേശുവിന്റെ കയ്യിൽ ചില താക്കോലുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നിങ്ങളുടെ പലരുടെയും കയ്യിൽ താക്കോല് കാണും. വീടിന്റെ ഗേറ്റിന്റെയോ, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള പത്തായത്തിന്റെയോ, സൈക്കിളിന്റെയോ, മോട്ടോർ ബൈക്കിന്റെയോ, കാറിന്റെയോ ഒക്കെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ കാണും. എന്നാൽ യേശു പറയുകയാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന താക്കോൽ ഏതെങ്കിലും ഗേറ്റ് പൂട്ടുന്ന താക്കോൽ അല്ല, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഇനി മരണത്തെ പേടിക്കണ്ട, ഒന്നിനെയും, പാതാളത്തെയും പേടിക്കണ്ട, നരകത്തെയും പേടിക്കണ്ട. സകലത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. മരണത്തെ പേടിയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നതങ്ങ് അവസാനിപ്പിച്ചേക്ക്. മരണത്തെ ഇനി പേടിക്കണ്ട. നിനക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന യേശുവിൻ്റെ കയ്യിൽ മരണത്തിൻ്റെ താക്കോലുണ്ട്. അവൻ തുറക്കാതെ മരണം തുറക്കപ്പെടുകയില്ല. അവൻ അനുവദിക്കാതെ നീ ഭൂമിയിൽ നിന്നും പോകുകയില്ല. നീ മരിച്ചാലും നിന്റെ ആത്മാവ് നേരെ ചെന്ന് വീഴുന്നത് യേശുവിൻ്റെ കയ്യിലോട്ടാണ്. യേശു മരിക്കുന്ന സമയത്ത് അവസാന 7 കാര്യങ്ങൾ പറഞ്ഞു.
അതിൽ ഒരു കാര്യം ഇതാണ്: പിതാവേ, നിന്റെ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ തരുന്നു. ദാറ്റ്സ് ഇറ്റ്. യേശുവിന് വ്യക്തമായിട്ട് അറിയാം എങ്ങോട്ടാ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണ്. എല്ലാവരും മരിച്ചേ പറ്റൂ. എല്ലാവരും മരിച്ചേ പറ്റൂ. എന്നാൽ എങ്ങോട്ടാ പോകുന്നതെന്നറിയാമോ? മരണശേഷം യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ, യേശു എന്ന രക്ഷകനെ സ്വീകരിച്ചവർ, ഈ ഭൂമിയിൽ യേശുവിനായി ജീവിക്കുന്നവർ, യേശു കർത്താവിൻ്റെ ദൂതന്മാർ, ഏഞ്ചൽസ് വന്ന് നിന്നെ എസ്കോർട്ട് നൽകി യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമമല്ലോ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി പറയാം: ഇന്ന് മുതൽ ഞാൻ മരണത്തെ പേടിക്കുകയില്ല. കാരണം മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുവിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങളാണ് ഇനി വായിക്കാൻ പോകുന്നത്. ജീസസ് said to her, I am the resurrection and the life. He who believes in me will live even though he dies, and whoever lives and believes in me will never die. Do you believe this? വായിക്കാം. അതിന് യേശു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരിക്കലും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നു. രംഗം എല്ലാവർക്കും അറിയാം. യോഹന്നാൻ 11-ന്റെ രംഗം എന്താണ്? ലാസർ എന്ന വ്യക്തി മരിച്ചു. ലാസറിന് 2 സഹോദരിമാരുണ്ട്. മേരി, മറിയ, മാർത്ത, അങ്ങനെ 2 പേരുണ്ട്. ലാസർ മരിച്ചു. അവിടെ ശവസംസ്കാരവും കഴിഞ്ഞു. യേശു എത്തുന്നത് 4-ാം ദിവസമാണ്. എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെയുള്ള ആളുകളൊക്കെ ഒത്തിരി പരാതി പറഞ്ഞു. നീ ഇത്രയൊക്കെ ലാസറിനെയും കുടുംബത്തെയും സ്നേഹിച്ചിട്ടും നീ 4 ദിവസം വൈകിയല്ലേ വന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ സമയമല്ല യേശുവിൻ്റെ സമയം. ദൈവത്തിൻ്റെ ഇറ്റേണൽ കലണ്ടറിൽ ദൈവം പലതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സമയത്ത് സകലവും അവൻ നമുക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ സമയത്തല്ല ചെയ്യുന്നത്. നമ്മുടെ സമയത്ത് എന്തെങ്കിലും ചെയ്താൽ അത് അസമയമായി പോകും. ഹല്ലേലൂയ. അയ്യോ, 32 വയസ്സായി, കല്യാണം ഇതുവരെ നടന്നില്ല. പലരുടെ 22-ൽ നടന്നു കാണും. നിനക്ക് വേണ്ടി 33-ലായിരിക്കാം കർത്താവ് വെച്ചിരിക്കുന്നത്. പക്ഷേ വൈകി വരുന്നത് വലിയ മനോഹരമായ അനുഗ്രഹമായിരിക്കും. അതാ ദൈവത്തിന് നിനക്ക് വേണ്ടിയുള്ള സമയം. അയ്യോ, എല്ലാവർക്കും സ്വന്തം വീടുണ്ട്, എനിക്ക് മാത്രം സ്വന്തം വീടില്ല, ഇപ്പോഴും ഞാൻ വാടക വീട്ടില്ല. അവരുടെയൊക്കെ വീട് പഴകുമ്പോൾ നിനക്ക് പുതിയൊരു വീട് കർത്താവ് തരും. ഹല്ലേലൂയ. 2 വർഷം വൈകിയാലും ലേറ്റസ്റ്റ് കർത്താവ് നിനക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ലാസറുടെ വീട്ടിൽ ശവസംസ്കാരം കഴിഞ്ഞ് യേശു 4 ദിവസം ലേറ്റായിട്ട് വന്നു. എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അയ്യോ, സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോലും വന്നോ? എന്നാൽ യേശു ആ മരിച്ചവന്റെ സഹോദരിയോട് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു. യേശു പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഇത് പറയുമ്പോൾ യേശു പുനരുത്ഥാനം ചെയ്തിട്ടുണ്ടോ? നോ. യേശു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപേ യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു. കാരണം തനിക്കറിയാം, മരിച്ചിട്ട് 3-ാമത്തെ ദിവസം സകലർക്കും മുന്നോടിയായി താൻ ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ്. മരണത്തെ പരാജയപ്പെടുത്തി താൻ ഉയർത്തെഴുന്നേൽക്കേണ്ട വ്യക്തിയെന്ന് യേശുവിന് അറിയാമായിരുന്നു. ഒരാളെ കുഴിച്ചിട്ടേക്കുവാ 4 ദിവസമായി. യേശു അവിടെ നിന്നുകൊണ്ടെന്താ പറഞ്ഞത്? ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ വല്ല മരണം നടന്നിട്ടുണ്ടോ? ആരെങ്കിലും വീട്ടിൽ മരണം നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുക.
എല്ലാവരുടെയും വീട്ടിൽ മരണം നടന്നിട്ടുണ്ട്. മരണം നടക്കാത്ത ഒരു വീടുമില്ല. അവരോട് യേശു പറയുകയാണ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മരിച്ചവർ സകലരും ഉയർത്തെഴുന്നേൽക്കും. പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നോ? മരിച്ചുപോയ സകലരും ഉയർത്തെഴുന്നേൽക്കും. കാരണം യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു സാമ്പിൾ മാത്രമാണ് അവിടെ നാം കണ്ടത്. ഹല്ലേലൂയ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ കാണുന്നത് ഒരു സാമ്പിൾ മാത്രമാണ്. അതിന്റെ അർത്ഥം ഇനിയും ഒത്തിരി അതേപോലെയുള്ളത് നടക്കാനുണ്ടെന്ന്. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ മരിച്ചാലും നാം ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളുടെ വീട്ടിൽ മരിച്ചു പോയിട്ടുള്ള സകലരും ഒരു ദിവസം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ താഴേക്കുള്ള ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ യേശുവോടെ പറഞ്ഞിരിക്കുന്നു, മരിച്ചവർ സകലരും മനുഷ്യപുത്രന്റെ ശബ്ദം കേട്ട് ചിലർ നിത്യ സന്തോഷത്തിനായും ചിലർ നിത്യ ലജ്ജയ്ക്കായും ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ വരുന്നുണ്ട്. മരിച്ചു പോകുന്ന സകലരും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി വ്യക്തമായി നമ്മളോട് പറയുന്നു. ആർക്കെങ്കിലും ഇതിൽ അവിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ ഈ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകയില്ല. അത്രയ്ക്ക് ഉറപ്പുണ്ട് ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ, മരണത്തെ പേടിക്കണ്ട, നീ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും, യേശുവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ നീ മരിക്കയില്ല. എന്നാൽ അതിനു മുൻപ് ഒരു കാര്യം ഓർക്കണം, തോന്നിയതുപോലെ ജീവിച്ചാൽ തോന്നിയതുപോലെ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ യേശുവിന് വേണ്ടി ജീവിച്ചാൽ യേശുവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന ഒത്തിരി പേർക്ക് രോഗസൗഖ്യം കിട്ടി, അനുഗ്രഹങ്ങൾ കിട്ടി, ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കണം. ഇന്ന് മുതൽ നിത്യജീവൻ നൽകുന്ന, നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, ഒരു പുനരുത്ഥാനം നൽകാൻ ശക്തിയുള്ള യേശുവിൽ ഞാൻ വിശ്വസിക്കും, യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. ആ ഒരു തീരുമാനത്തിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം കാതോർത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതുവരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു അതൊരു വിഷയമല്ല. എന്നാൽ ഇന്ന് മുതൽ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഒരു മരിച്ചവനായി അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആണ് നിത്യജീവന്റെ ഓഹരിക്കാരായി നമ്മൾ മാറുന്നത്. ഹല്ലേലൂയ. കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ. ബ്രദർ, ദൈവം ചെയ്ത വീണ്ടും ഒരു 3 സാക്ഷ്യം പറയാനായിട്ടാണ് ഇവർ എല്ലാവർക്കും 3 സാക്ഷ്യം ഇതുണ്ടോ തൃശ്ശൂര്? അതെ. ആദ്യമായിട്ട് തന്റെ മകന് വേണ്ടിയിട്ടാണ് താൻ സാക്ഷ്യം പറയുന്നത്. ഒരു ദിവസം 17-ാം തീയതി, ഈ കഴിഞ്ഞ 17-ാം തീയതി താൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് തന്റെ കാഴ്ച പോയി. പെട്ടെന്ന് തന്റെ കാഴ്ച പോയി, മകന്റെ. ഓക്കെ. അങ്ങനെ കാഴ്ച പോയി. തനിക്ക് വെളിച്ചത്തിലോട്ടൊന്നും നോക്കാൻ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ തലേദിവസം, അതിന്റെ അടുത്ത ദിവസം വളരെ വേദന കൂടി. എന്നാൽ മോൻ അമ്മയോട് പറഞ്ഞു ബ്ലെസ്സിംഗ് ടുഡേയിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ. മോൻ പറഞ്ഞു. അതിനെ തുടർന്ന് അമ്മ വിളിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ പറയുന്നത്, അന്ന് തന്നെ തന്റെ കണ്ണിന് ആ കാഴ്ച തിരിച്ചു വന്നു. തിരിച്ചു വന്നു. പോയ കാഴ്ച തിരിച്ചു വന്നു. ഓക്കെ. അതുപോലെ രണ്ടാമത്തത് ഈ താഴ്ത്തു നിൽക്കുന്ന കുഞ്ഞ് മോളുടെ സാക്ഷ്യമാണ്. മോളുടെ പേര് കൃഷ്ണപ്രിയ. അവൾ ഒരു വീണതിനെ തുടർന്ന് തന്റെ പുറകിലുള്ള കഴുത്തിന്റെ പുറകിലെ എല്ല് പൊട്ടിയിരുന്നു. അത് 1.5 ലക്ഷം രൂപ കൊടുത്ത് അവർ ഓപ്പറേറ്റ് ചെയ്തു. എന്നാൽ അതൊന്നും ശരിയായില്ല. അതിന്റെ അകത്തുനിന്ന് പഴുപ്പും അതുപോലെ ഇങ്ങനെ വെള്ളമൊക്കെ വന്നുകൊണ്ടിരുന്നു. അത് അന്ന് എന്നിട്ട് ഇവർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് അതും സൗഖ്യമായി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് നിന്ന് പഴുപ്പ് വന്നുകൊണ്ടിരുന്നു. ഇതിന്റെ അകത്തുനിന്ന് പഴുപ്പ് വരുവായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ പഴുപ്പ് വരികയായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ പാസ്റ്റർ പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പം ഉണ്ടാവില്ല മോൾക്ക്, ആസ്പത്രി കൊണ്ടുപോകണ്ട പറഞ്ഞു. പിന്നെ ഇന്നേ വരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. മോൾക്ക് പഴുപ്പ് വന്നിട്ടുമില്ല. ഗ്രേറ്റ്. യേശു എത്ര നല്ലവനാ.
കർത്താവ് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്തേക്ക് വിട്, ഞാൻ അവരെ അനുഗ്രഹിക്കാം. കർത്താവ് തൊട്ടു, അനുഗ്രഹം കൊടുത്തു. ഇപ്പൊ രണ്ടായി. മൂന്നാമത്തത് തന്റെ ഹസ്ബൻഡിന് ലഭിച്ച സാക്ഷ്യമാണ്. ഒത്തിരി നാളായി താൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. എന്നാൽ താൻ ഒത്തിരി ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. അവർ അതുപോലെ തന്നെ വീണ്ടും പ്രെയർ സെന്ററിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് അവിടെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രദർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഏപ്രിൽ 1-ാം തീയതി നീ ഗൾഫിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാവും. ഏപ്രിൽ 1-ാം തീയതി ശരിയാകും എന്ന് പറഞ്ഞു. ഏപ്രിൽ 1-ാം തീയതി തന്നെ എല്ലാം ശരിയായി. ഏപ്രിൽ 1-ാം തീയതി താൻ ഗൾഫിലേക്ക് പോയി. My God, that is great. 18-ാം തീയതിക്കായിരുന്നു ടിക്കറ്റ് കിട്ടിയിരുന്നത്. അപ്പൊ ആ ടിക്കറ്റ് കൺഫ്യൂഷൻ അതിന് പോണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ വേഗം വിളിച്ചു പറഞ്ഞപ്പോ പറഞ്ഞു 1-ാം തീയതി ടിക്കറ്റ് കിട്ടും, അന്ന് രാത്രി പോണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഉണ്ട് ഏജന്റ് വിളിച്ച് പറഞ്ഞു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, 1-ാം തീയതി പോണെന്ന് പറഞ്ഞു. ഇപ്പൊ സുഖമായി. ദൈവത്തിന് കറക്റ്റ് ഡേറ്റ് ഒക്കെ അറിയാം, എന്ന് പോണം, എന്ന് പറക്കണം, എല്ലാം കർത്താവിന് അറിയാം. ഇപ്പൊ ആള് ഗൾഫിലാണ്. മോൻ എവിടെ? മോൻ അവനൊരു പഞ്ചവാദി ഉണ്ട്, അതിന് പോയി. ഓ, ഇവിടെ അതിന് പോയേക്കുവാ. കണ്ണ് കാഴ്ച പോയി, തിരിച്ചു വന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ ആ മോനൊന്നുണ്ടെന്ന് കാണിക്കാവോ? കൊണ്ടുവരും. നമുക്ക് എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട്. കൊണ്ടുവരാം. പ്രൈസ് ഗോഡ്. കൈനീട്ടി ഇവരെ അനുഗ്രഹിച്ചേ. കർത്താവെ, ഈ കുടുംബത്തെ യേശു സ്നേഹിക്കുന്നല്ലോ. അങ്ങ് കൊടുത്ത അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ, ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഭർത്താവിനെ ഗൾഫിൽ അനുഗ്രഹിക്കണമേ, മകനെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഇവരുടെ മേൽ ദൈവിക അനുഗ്രഹങ്ങളെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ഈ സാക്ഷ്യം കാണുമ്പോൾ ഇതുപോലെ പ്രയാസങ്ങളായിരിക്കുന്ന കുടുംബങ്ങൾക്കൂടെ വിവിധ മണ്ഡലങ്ങളിൽ അവർ സൗഖ്യവും വിടുതലും പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ഈ വ്യാഴാഴ്ച ആരംഭിക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവലിനെ കുറിച്ച് റിമൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു റിമൈൻഡർ മാത്രമല്ല, ഇതൊരു വളരെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ക്ഷണം കൂടിയാണ്. ഞാൻ നിങ്ങളുടെ അടുക്കൽ, നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ ക്ഷണിക്കുന്നു. യു ക്യാൻ ടേക്ക് ദിസ് ആസ് ആൻ ഇൻവിറ്റേഷൻ ഫ്രം ജീസസ്. യേശു ആണ് നിങ്ങളെ വിളിക്കുന്നത്. ഞാനാണിത് പറയുന്നതെങ്കിലും ഈ മെഗാ ഫെസ്റ്റിവൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കും. ഈ ആഴ്ചയിലെല്ലാം ഹോളിഡേ ദിവസങ്ങളാണ് പലർക്കും, അതുകൊണ്ട് വരണം. എല്ലാ ദിവസവും പല സെഷനുകളായി നടക്കുന്ന മീറ്റിങ്ങുകളിൽ നിങ്ങളെ കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങളാൽ കർത്താവ് നിറയ്ക്കും. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഇത് കാണുന്ന എല്ലാവർക്കുമായി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ് അങ്ങ് പകരുമാറാകണമേ. പ്രത്യേക ജോയിൻ്റ് പെയിനുകളുള്ള, ആർത്രൈറ്റിസ് പോലെയുള്ള, സന്ധിവാദം പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം മാറട്ടെ, സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. നട്ടലിൻ്റെ ഡിസ്കുകളിൽ തകരാറുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഞാൻ ഇത് പറയുന്ന സമയത്ത് എക്സ്റേ ഫിലിം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ, അതും പിടിച്ചുകൊണ്ടാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ എക്സ്റേ ഫിലിമിൽ തകരാറുകൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഹീലിങ്ങിന് വേണ്ടി എക്സ്റേ ഫിലിം ഉണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. മറ്റു ചിലരെയും ഞാൻ കാണുന്നുണ്ട്, ഡോക്ടർ എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കുറച്ച് ഗുളികളും മരുന്നുകളെല്ലാം അടുത്ത് വെച്ചിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സകല രോഗത്തിനും ഏറ്റവും നല്ല ഡോക്ടറാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഡോക്ടർ മാത്രമല്ല, കർത്താവ് മരുന്നുമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള പഴുപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ പോകട്ടെ. ട്യൂമറുകൾ മാറിപ്പോകട്ടെ. ന്യൂമോണിയ സൗഖ്യമാകട്ടെ. അതുപോലെ HIV പോസിറ്റീവായവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ നടക്കട്ടെ. കാതുകൾ തുറന്നു വരട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. നാവിൽ പ്രശ്നമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കും. സ്റ്റാമറിങ് മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു. അപസ്മാര രോഗം മാറട്ടെ. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഓട്ടിസം മാറിപ്പോകട്ടെ. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളവർ മാറി അത് സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാ മഹത്വവും കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ രോഗവിവരം പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം അവരിൽ ഉണ്ടാകട്ടെ. ആമേൻ.
ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിനായി നന്ദി പറയുന്നു. തുടർന്നുള്ള അടുത്ത ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത തിങ്കളാഴ്ചയായിരിക്കും ഇനി നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഗോഡ് ബ്ലെസ് യു. സീ യു അഗെയിൻ. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകർക്കായി ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ 2012 ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 4 നാളുകൾ. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ 2012 ഓഗസ്റ്റ് 30 വ്യാഴം മുതൽ സെപ്റ്റംബർ 2 ഞായർ വരെ കൊച്ചി ഇടപ്പള്ളി ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 9 വരെ വിവിധ സെഷനുകൾ, ആരാധനാവേളകൾ, ദൈവവചന ശുശ്രൂഷകൾ, രോഗസൗഖ്യ ശുശ്രൂഷകൾ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഈ മഹായോഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. താമസ സൗകര്യ ക്രമീകരണത്തിനായി വിളിക്കുക 0484 422 111. പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 422 111 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.